റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശക ടീം ആരോപിച്ചിരിക്കുന്നു. ഇന്ത്യ റഷ്യയുടെ യുദ്ധത്തിലെ സ്പോൺസറാണ് എന്ന് വരെ അവർ പറഞ്ഞു വയ്ക്കുന്നു. ഈ വിവരം പരിശോധിക്കാൻ നമുക്കിപ്പം BP ജെയിംസ് മധു കൊട്ടാരക്കര രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമല്ല. എങ്ങനെയെങ്കിലും ഈ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുക, എന്നിട്ട് അമേരിക്കയുടെ എണ്ണ അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെയുള്ള ഒരു ഓയിൽ പൊളിറ്റിക്സ് ഇതിലുണ്ട് നമുക്കറിയാം. പറയൂ വിവരങ്ങൾ. SKN ഒരുപക്ഷെ അടുത്ത കാലത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരേ സമയം റഷ്യയെ ഒരു കയ്യിലും അമേരിക്കയെ മറു കയ്യിലുമായിട്ട് പിടിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള എയ്ഡ് അല്ലെങ്കിൽ അവരുടെ ഉപദേശക സംഘം തന്നെ ആരോപണവുമായിട്ട്, ട്രംപിന് വേണ്ടി ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. റഷ്യയെ ഇന്ത്യ ഉക്രൈൻ യുദ്ധത്തിൽ സഹായിക്കുന്നുവെന്നാണ് ആരോപണം. അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യ ചൈനയോടൊപ്പം ചേർന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി റഷ്യയെ സഹായിക്കുന്നു. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യ അത് നിർത്തണം. നിർത്തിയില്ലെങ്കിൽ കടുത്ത ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആ ഭീഷണിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ SKN ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. കാരണം ഇപ്പോൾ തന്നെ 25% ഇറക്കുമതി തീരുവ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് 10% പിഴ, ഇതൊക്കെ വരുന്നതോടെ ഇന്ത്യയിൽ മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ, നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കൃഷി ഉൽപ്പന്നങ്ങളടക്കം ഒരുപാട് മേഖലകളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഓഹരി വിപണിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യക്ക് വഴങ്ങാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 35% ഇന്ത്യയുടെ എണ്ണ വരുന്ന റഷ്യയിൽ നിന്നാണ്. ഗൾഫിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ എണ്ണ വില വലിയ രീതിയിൽ കൂടും. അതുകൊണ്ട് റഷ്യയെ കൈവിടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഭാഗത്ത് റഷ്യയെ കൂടെ നിർത്തണം, മറുഭാഗത്ത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഇന്ത്യയുടെ നയതന്ത്ര രംഗം വലിയ ഭീഷണിയെ നേരിടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു തരത്തിൽ ഒരു വലിയ ഡിഫൻസിലാണ്. കാരണം ട്രംപിനെ പിണക്കാനും വയ്യ, എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആരോപണം പാശ്ചാത്യ ലോകം ശക്തമാക്കിയിരിക്കുകയാണ്. യൂറോപ്പിനും ഇതേ പരാതിയുണ്ട്. പക്ഷേ ഈ സൗദി അറേബ്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ആ സൗദി അറേബ്യയെ കുറ്റപ്പെടുത്താൻ അമേരിക്ക തയ്യാറാവുന്നില്ല. അവിടെ ബിസിനസ് താല്പര്യം വേറെയുണ്ട്, ഗൾഫിലെ താല്പര്യങ്ങളുണ്ട്. എന്തായാലും അതിനൊന്നും അവർ തയ്യാറാവുന്നില്ല. ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതിനിടയിൽ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ കയറി റഷ്യയിൽ അടിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇതായിട്ട് വരുന്നത്. റഷ്യയിലെ ഓയിൽ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്, എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഉക്രൈൻ്റെ ആക്രമണം നടന്നത്. അവിടെ വലിയ രീതിയിലുള്ള തീ പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു BP ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.